ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. അണ്ടർ വേൾഡ് ടോട്ടലി ഒരു 5 ചാപ്റ്ററുള്ള അല്ലെങ്കിൽ 5 പാർട്ടുള്ള ഒരു ഫിലിം ഫ്രാഞ്ചൈസിയാണ്. ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് ഹൊറർ ആക്ഷനാണ്. ഇതിൻ്റെ ഒരു കഥ 2003 ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് തുടങ്ങുന്നത് അണ്ടർ വേൾഡ് എന്ന പേരിൽ. ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു വാറാണ്. ആ വാർ എന്ന് പറയുന്നത് വാമ്പയേഴ്സ് വേഴ്സസ് ലൈക്കൻസ് എന്നറിയപ്പെടുന്ന വേവൂൾസ്. ഇവർ തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അപ്പം ഈ മിഷൻ അല്ലെങ്കിൽ ഈ യുദ്ധത്തിനെ പറ്റിയ ഒരു മിഷന് മെയിൻ ക്യാരക്ടറുണ്ട്. ഈ ക്യാരക്ടറിലൂടെയാണ് സിനിമ വലുതായിട്ട് മാറുന്നത്. അതൊരു വുമൺ ക്യാരക്ടറാണ്. അവർ തന്നെയാണ് ഹീറോയിനായിട്ടും. ക്യാരക്ടറിൻ്റെ പേര് സെലിൻ എന്നാണ്. ടോട്ടലി സെലിൻ്റെ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളും അവരുടെ മിഷൻ എന്ത്, ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെ, പിന്നെ അവരുടെ ഗ്യാങ്ങിൽ എൽഡേഴ്സ് മൂത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയൊക്കെയാണ്. അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സും ഒക്കെ ഈ സിനിമയ്ക്കകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. മൊത്തത്തിൽ സെലിൻ്റെ ഒരു സംഘർഷങ്ങളും ഒക്കെയാണ് സിനിമയുടെ ഈ ടോട്ടൽ 5 പാർട്ടിൻ്റെയും ഒരു ഇതിവൃത്തം. അതിനകത്ത് പല മൂഡുകളും പല ക്യാരക്ടേഴ്സിലൂടെ പല മൂഡുകളും പോർട്രേ ചെയ്യുന്നുണ്ട്. റസംബ്ലിക്കയിലേക്ക് വരാം. ആദ്യത്തെ പാട്ടിൻ്റെ കഥയെ ഒരു 3 സെഗ്മെൻറ്റായിട്ട് വേർതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ഫ്യൂഡ്, വാമ്പയേഴ്സ് വേഴ്സസ് വേർവൂൾഫ്സ്. ഇവർ തമ്മിലുള്ള ഒരു വൈരാഗ്യം എങ്ങനെ യുദ്ധമായിട്ട് മാറി, ആ യുദ്ധത്തിലേക്ക് സെലിൻ എന്ന് പറയുന്ന ഡെത്ത് കില്ലർ എങ്ങനെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പിന്നെ ആ സെഗ്മെൻറ്റ് ഒരു ഹ്യൂമൻ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഹ്യൂമൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഡോക്ടർ. ആ കഥാപാത്രത്തിൻ്റെ പേര് മൈക്കിൾ എന്നാണ്. ആ മൈക്കിളിനെ രക്ഷിക്കേണ്ട ഒരു ഘട്ടം സെലിന് ഉണ്ടാവുകയും ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ബിൽറ്റ് ആവുകയും ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ആ ഒരു രക്ഷപ്പെടുന്ന ഘട്ടത്തിൽ ലൂസിയൻ എന്ന് പറയുന്നൊരു ലൈക്കൻ്റെ നേതാവായിട്ടുള്ള ഒരാളുടെ കടിയേറ്റ് മൈക്കിൾ ഒരു വാമ്പയർ ലൈക്കൻ ഹൈബ്രിഡായിട്ട് മാറുകയും ചെയ്യുന്നു. ആദ്യത്തെ പാട്ടിൽ ഈ 3 സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്യൂഡ്, ഒരു ഹ്യൂമൻ ടാർഗറ്റ്, ഒരു ഫോർബിഡൻ ലവ് ആൻഡ് ബിട്രയൽ. ഈ 3 സെഗ്മെൻറ്റും റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സിനിമയുടെ കഥയായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്യം മാത്രം. രണ്ടാമത്തെ പാട്ട് അണ്ടർ വേൾഡ് എവല്യൂഷൻ 2006 റിലീസ് ചെയ്യുന്നത്. ഇതിൻ്റെ കഥയും ഒരു 3 സെഗ്മെൻറ്റായിട്ട് വേർതിരിക്കാം. ആദ്യത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സെലിൻ മൈക്കിൾ ഇവരുടെ ലൈഫ് ഒരു ഓൺ ദ റണ്ണായിട്ട് മാറുകയാണ്. അവർ വാമ്പയർ ലൈക്കൻസ് അവരാൽ വേട്ടയാടപ്പെടുന്ന കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. അതിലൂടെ സെലിൻ ഒരു സത്യം മനസ്സിലാക്കുന്നു. ഇത്രയും കാലം തൻ്റെ രക്ഷയിൽ നിന്ന് വിശ്വസിച്ചിരുന്ന വാമ്പയേഴ്സിൻ്റെ തന്നെ നേതാവായിട്ടുള്ള വിക്ടർ, അയാൾ തന്നെയാണ് നാശത്തിന് കാരണക്കാരനാണെന്നുള്ള സത്യം അവിടെ റിവീൽ ചെയ്യപ്പെടുന്നു. അതിലൂടെ രണ്ടാമത്തെ സെഗ്മെൻ്റായിട്ടുള്ള ആൻസിയൻ ഹിസ്റ്ററീസിലേക്കാണ് അവർ രണ്ടുപേരും പോകുന്നത്. ഈ ആൻസിയൻ ഹിസ്റ്ററീസിൽ ഈ വാമ്പയേഴ്സും വേർവൂൾഫ്സും എങ്ങനെ ഉണ്ടായി, അവരുടെ ഉത്ഭവത്തിന് കാരണക്കാരൻ ആര് എന്നുള്ളതാണ് പോർട്രേ ചെയ്യുന്നത്. അലക്സാണ്ടർ കോവനസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്നാണ് ആ 2 വിഭാഗങ്ങളും ഉത്ഭവിക്കുന്നത്. അതിൽ ആദ്യത്തെ കഥാപാത്രം എന്ന് പറയുന്നത് മാർക്കസ്, അതാണ് ഒരു വാമ്പയർ. രണ്ടാമത്തത് വില്യം, അതാണ് ഒരു വേർവൂൾഫ്. മാർക്കസ് വവ്വാലിൻ്റെ കടിയേറ്റാണ് വാമ്പയറായിട്ട് മാറുന്നത്. അങ്ങനെ വേർവൂൾഫ്സ് വാമ്പയേഴ്സ് ഈ ഒരു ഹൈബ്രിഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഇതിലൂടെ സൂര്യപ്രകാശത്തെ താങ്ങാൻ കഴിവില്ലാത്ത സെലിൻ അലക്സാണ്ടർ കോവനസിൻ്റെ രക്തം കുടിച്ച് സൂര്യപ്രകാശത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരിക്കുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ പറഞ്ഞ സംഗതികളെല്ലാം റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സിനിമയുടെ കഥയായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അതും തികച്ചും യാദൃശ്യം മാത്രം. മൂന്നാമത്തെ ഭാഗം അണ്ടർ വേൾഡ് ദ റൈസ് ഓഫ് ദ ലൈക്കൻസ് 2009 റിലീസ് ചെയ്യുന്നു. ഈ കഥയും 2 സെഗ്മെൻറ്റായിട്ട് വേർതിരിക്കാം. ആദ്യം ഒരു പ്രീക്വൽ ഹിസ്റ്ററിയാണ്. അതിൽ വാമ്പയേഴ്സും ലൈക്കൻസും തമ്മിലുള്ള യുദ്ധം എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് കാരണമായിട്ട് ലൂസിയൻ, ലൈക്കൻസിൻ്റെ ഒരു പോരാളി, ലൂസിയനും വിക്ടറിൻ്റെ മകൾ സോഞ്ചിയും തമ്മിലുള്ള ഒരു പ്രണയം അവിടെ പോർട്രേ ചെയ്യുന്നുണ്ട്. വിക്ടർ അതിക്രൂരമായിട്ട് ഗർഭിണിയായിട്ടുള്ള സോഞ്ചിയെ ലൂസിയനെ മുന്നിലിട്ട് തന്നെ കൊല്ലുന്ന സിറ്റുവേഷൻസും ഒക്കെ ഈ സിനിമയിലും പോർട്രേ ചെയ്യുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ ഭാഗത്തിൽ പ്രധാനപ്പെട്ട കഥയായിട്ട് മാറുന്നത്. നാലാമത്തെ ഭാഗം അണ്ടർ വേൾഡ് ദ അവേക്കനിങ് 2012 റിലീസ് ചെയ്യുന്നു. അതിൽ ഒരു ക്രയോജനിക് സ്ലീപ്പിൽ നിന്നും ഉണരുന്ന സെലിൻ, ഇതിനിടയിൽ തന്നെ വലിയൊരു യുദ്ധം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പല ക്യാരക്ടേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സെലിൻ്റെയും മൈക്കിളിൻ്റെയും മകളായിട്ടുള്ള ഈവ എന്ന് പറയുന്നൊരു കുട്ടി കഥാപാത്രം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അഞ്ചാമത്തെ ഭാഗമായ അണ്ടർ വേൾഡ് ദ ബ്ലഡ് വാർസ് ഒരു ഫൈനൽ ബാറ്റിലാണ് അതിനകത്ത്. അതിലൂടെ സെലിൻ പുതിയ ആചാരങ്ങൾക്ക് വിധേയമായി കൂടുതൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. സെലിന് പുതിയ ശത്രു ഉണ്ടാകുന്നുണ്ട്, ഒരു ലൈക്കൻ നേതാവ് മറിയസ് സെലിൻ്റെയും മകൾ ഈവിൻ്റെയും ജീവന് ഭീഷണിയാവുന്നുണ്ട്. കൂടാതെ സെലിൻ ഈ യുദ്ധത്തിന് വേണ്ടി പുതിയ പോരാളികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലാനുകളുടെ ഒരു രൂപീകരണം തന്നെയാണ് ആ സിനിമയിൽ പോർട്രേ. മൊത്തത്തിൽ അണ്ടർ വേൾഡ് 5 പാർട്ടാണ്, 5 ചാപ്റ്ററാണ്. അണ്ടർ വേൾഡ് വാമ്പയേഴ്സ് ഗ്രൂപ്പിൽ ഒരു എൽഡേഴ്സിൻ്റെ ഭരണസമിതി ഉണ്ട്, മൂത്തവരെന്ന് വിശേഷിപ്പിക്കാം. അതിൽ ശക്തരായിട്ടുള്ളവർ വിക്ടർ, മാർക്കസ്,
അമീലിയസ്. ശക്തരായിട്ടുള്ള വാമ്പേഴ്സിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഹ്യൂമൻസിനും ജനിതക മാറ്റം സംഭവിക്കും, അവരും വാമ്പേഴ്സ് ആവും. ഈ പ്രാവശ്യത്തിന് ശക്തിയേക്കാനുള്ള കഴിവില്ല. പക്ഷേ സെലിൻ അലക്സാണ്ടറിൻ്റെ രക്തം കുടിച്ച് പിന്നെ സൂര്യപ്രകാശത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ വാമ്പേഴ്സിന് ഒരു ലവ് ഉണ്ടാവുന്നുണ്ട്. ആ ലവ് തന്നെ സിനിമയിലൊരു മൂല കാരണമായിട്ട് വരുന്നുണ്ട്, പ്രേരകമാവുന്നുണ്ട്. സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഹീറോ എന്ന് പറയുന്നത് ഒരു വുമണാണ്. അവരുടെ കുടുംബം നശിക്കുന്നുണ്ട്. ഡെത്ത് ഡീലർ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് അവരെത്തുന്നത്. ഈ ഭരണസമിതിയിൽ മെയിൻ കഥാപാത്രമായിട്ടുള്ള മാർക്കസിനും വവ്വാലിൻ്റെ കടിയേറ്റാണ് അദ്ദേഹം ഒരു വാമ്പയറായിട്ട് മാറുന്നത്. ഹോളിവുഡിൽ ഇറങ്ങിയ ഒരു ആ സമയത്തുള്ള ഒരു പാക്ക് ബ്രേക്കർ എന്ന് തന്നെ പറയാം. 2 പാർട്ട് ചെയ്തിരിക്കുന്നത് ലെൻ വൈസ്മാൻ ആണ്. ഡയറക്ടറിനെ അറിയാം നിങ്ങൾക്ക്. ബാലറിനയുടെ ഡയറക്ടറാണ്. ടോട്ടൽ റീകോൾ. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ്. ആദ്യത്തെ 2 പാർട്ടുകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പാർട്ടുകളെല്ലാം ഇതിൻ്റെ റൈറ്റേഴ്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കഥകൾ വ്യത്യസ്തമാവാം, എലമെൻസുകൾ വ്യത്യസ്തമാവാം, ട്രീറ്റ്മെൻറ്റോ ചിലപ്പോൾ വ്യത്യസ്തമാവും, ചിലപ്പോൾ ഒരുപോലെ ആവും. എന്നിരുന്നാൽ കൂടിയും മുൻപ് ഇറങ്ങിയ സിനിമകളുടെ ഒരു വകഭേദങ്ങൾ ഇന്നിറങ്ങുന്ന സിനിമകൾക്കും അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രേക്ഷകർ രസിക്കുന്നുണ്ട്. ആൻഡ് എല്ലാം നല്ലതാവട്ടെ. ബൈ. റെട്രോ കാർഗിയൻ.